ഹലോ, ഏവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. LDC ക്ലാസ് 32 ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണ സംവിധാനങ്ങളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പഠിക്കാറുണ്ട്, പിന്നെ കുറേ ചോദ്യങ്ങൾ വ്യക്തികളായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പിന്നെ റിവിഷനുണ്ട്. റിവിഷൻ എല്ലാവരും പരമാവധി വീഡിയോ കാണുമ്പോൾ തന്നെ അറ്റൻഡ് ചെയ്ത് പോവുക കേട്ടോ. എല്ലാവരും അറ്റൻഡ് ചെയ്ത് മാർക്ക് ഇടുക കേട്ടോ. നിങ്ങൾ എല്ലാവരും മാർക്ക് ഇടുമ്പോഴാണ് നമുക്ക് വീണ്ടും നടത്താൻ തോന്നുന്നത്. കാരണം അത്രയും കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ എന്നൊരു ഫീൽ നമുക്കുണ്ടാകും. നമ്മൾ കൃത്യമായ റിവിഷൻ നടത്തി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി റിവിഷൻ അറ്റൻഡ് ചെയ്യുക. നമുക്ക് കുറച്ച് ടോപ്പിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം ചേർത്തിട്ട് 100 മാർക്കിൻ്റെ റിവിഷൻ നടത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗപ്പെടും, പഠിച്ചു പോകാൻ നിങ്ങൾക്കത് ഉപയോഗപ്പെടും. ഓക്കെ, അപ്പോൾ അത്രേ പറയുള്ളൂ. പിന്നെ നമ്മുടെ LDC ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മന്ത്ലി ഫീസ് 700 രൂപയാണ് മന്ത്ലി ഫീസ്. ലൈവ് ക്ലാസ് ഉണ്ട്. ഓക്കെ, ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഡെയിലി ഒരു 3 മണിക്കൂറിൽ കുറയാത്ത ക്ലാസ്സുകളും പിന്നെ റിവിഷനുകളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ഈ ഭരണ സംവിധാനങ്ങളിൽ നമ്മൾ രാഷ്ട്രപതിയെക്കുറിച്ച് പഠിക്കാറുണ്ട്, പ്രധാനമന്ത്രിയെക്കുറിച്ച് പഠിക്കാറുണ്ട്, ഓക്കെ, ഗവർണറെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. എന്നാൽ സ്ഥിരമായി ചോദ്യം വരുന്ന ഇവരൊക്കെ തന്നെ സ്ഥിരമായ ചോദ്യം വരുന്ന സാധനം ഒരു പദവിയാണ് മുഖ്യമന്ത്രി. ഓക്കെ, അപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് നമ്മുടെ രാജ്യത്തൊരു മുഖ്യമന്ത്രി എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ചോദ്യത്തിലൂടെ തന്നെ ആരംഭിക്കാം. ആ ചോദ്യം വരാൻ പോകുന്നത് ജോബിനോടാണ്. ജോബിൻ്റെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? ഒരു 25 വയസ്സൊന്നല്ല, 25 വയസ്സാണോ? താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? താങ്കൾ അതിനെ പിന്താങ്ങുന്നുണ്ടോ? അതായിരിക്കും. ഓക്കെ, എടാ, നമുക്ക് നമ്മുടെ രാജ്യത്ത് പലർക്കും അതൊരു കേൾക്കുമ്പോൾ ഒരു ഇതായിട്ട് തോന്നും. 25 വയസ്സുള്ള ആൾക്ക് എന്ത് ചെയ്യാം? മുഖ്യമന്ത്രിയാവും. 25 വയസ്സുള്ള ആൾക്ക് എന്ത് ചെയ്യാം? മുഖ്യമന്ത്രിയാകാം. കാരണം നമുക്ക് നിയമസഭയിൽ നിന്നാണ് മുഖ്യമന്ത്രി വരുന്നത് അല്ലേ. നിയമസഭ ഇലക്ഷൻ ജയിക്കുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്? മുഖ്യമന്ത്രിയാവുന്നത്. നമുക്ക് 25 വയസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നിയമസഭ ഇലക്ഷനിൽ പങ്കെടുക്കാം. അത് നിയമസഭ ഇലക്ഷനിൽ എന്ത് ചെയ്യാം? മത്സരിക്കാം. മത്സരം ജയിച്ചാൽ നമുക്ക് മന്ത്രിയോ മുഖ്യമന്ത്രിയൊക്കെ ആവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഞാൻ ചോദിക്കുന്ന ആൾ ഉത്തരം പറയേണ്ടത് കേട്ടോ. അവിടെ ജിതിൻ പറയണേ. നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? ആൻസി എന്ത് പറയുന്നു? 30 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി ആകാൻ പറ്റുമോ? 30 ഉണ്ടെങ്കിൽ ആകാൻ പറ്റും. 30 വയസ്സാണ് പറയണത്. ഓക്കെ, അവിടെ ലക്ഷ്മി എത്രയാണ് പറയുന്നേ? എത്ര വയസ്സുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ആവാം? 30. 30. രേഷ്മ, താങ്കൾ പറഞ്ഞേ. 35 കയറി പോകുന്നുണ്ട്. ഓക്കെ, ശരി. എവിടെ അഹല്യ എന്ന് പറഞ്ഞു. എത്ര വയസ്സുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ആവാം? 35. ഇവിടെ അതിനോട് മാനേജർ ഒന്ന് പറഞ്ഞു പറ. 25 വയസ്സ്. 25 വയസ്സുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയാവാം. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്നറിയാമോ? നമ്മൾ ജനിക്കുന്ന സമയം തൊട്ടേ നമ്മൾ കാണുന്ന പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാം എന്താണ്? പ്രായം കൂടിയ ആൾക്കാരാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല 25 വയസ്സ് നോക്കുമ്പോൾ ഇവിടെ ഇവന്മാരെയൊക്കെ പ്രായം കേട്ടോ. കൊച്ചു പയ്യന്മാർ 25 വയസ്സെന്നൊക്കെ ഉള്ള 25 ഇവർക്ക് 25 വയസ്സൊന്നുമല്ല, പ്രായമുണ്ട്. ഓക്കെ, പ്രായമുണ്ട്. എന്നാലും നമ്മളൊരു പയ്യന്മാർ സെറ്റപ്പായിട്ടേ തോന്നത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദഹിക്കാത്തത്. നമ്മുടെ രാജ്യത്ത് മുഖ്യമന്ത്രിയാകാനും പ്രധാനമന്ത്രിയാകാനും എത്ര വയസ്സ് മതി? 25 വയസ്സ് മതി. കാരണം ഞാൻ പറഞ്ഞു, നിയമസഭയിൽ നിന്നല്ലേ എന്ത് ചെയ്യുന്നത്? മുഖ്യമന്ത്രി വരുന്നത്. നിയമസഭയിലേക്ക് മത്സരിക്കാൻ എത്ര വയസ്സ് മതി? 25 വയസ്സ് മതി. അതുപോലെ ലോകസഭയിൽ നിന്നാണ് പ്രധാനമന്ത്രി വരുന്നത്. ലോകസഭയിലേക്ക് മത്സരിക്കാൻ എത്ര വയസ്സ് മതി? 25 വയസ്സ് മതി. അപ്പൊ അത് മറക്കരുത് കേട്ടോ. നിങ്ങൾ കയറ്റി വെക്കരുത് കേട്ടോ. നിങ്ങൾ രാഷ്ട്രപതി, ഗവർണർ, ഉപരാഷ്ട്രപതിയൊക്കെ ആവണമെങ്കിൽ 35 വയസ്സ് വേണം കേട്ടോ. അതൊക്കെ വലിയ വലിയ പദവികളാണ്. രാഷ്ട്രപതി ഇത് വലിയ പദവി അല്ലെന്നല്ല, അങ്ങനത്തെ പദവികൾക്ക് 35 വയസ്സ് വേണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണറൊക്കെ ആവണമെങ്കിൽ എത്ര വയസ്സ് വേണം? 35 വയസ്സ് വേണം. ഓക്കെ, നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ എത്ര വയസ്സ് വേണം? വോട്ട് ചെയ്യണമെങ്കിൽ 18 വയസ്സ് മതി. നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ എത്ര വയസ്സുണ്ട്? 18 വയസ്സുണ്ടെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. മുമ്പ് 21 ആയിരുന്നു. മനസ്സിലായി? മുമ്പ് വോട്ട് ചെയ്യണമെങ്കിൽ എത്ര വയസ്സുണ്ടാകണം? 21 ഉണ്ടാകണം. 21 വയസ്സ് വേണം. 1989 61ാമത്തെ ഭരണഘടനാ ഭേദഗതി. 1989 61ാം ഭരണഘടനാ ഭേദഗതി. ആ സമയത്ത് ആരാ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. 1989 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജീവ് ഗാന്ധി എന്ത് ചെയ്തു?
വോട്ടിംഗ് പ്രായം 21 നിന്ന് എത്രയായി കുറച്ച് പിള്ളേ 18 കുറച്ചു. മനസ്സിലായ? അപ്പോൾ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭേദഗതി ഏതാണ്? 1989 61 ഭേദഗതി. 1989 61 ഭേദഗതിയാണ്. അപ്പോൾ ആ ഭേദഗതിയിലൂടെ രാജീവ് ഗാന്ധി വോട്ടിംഗ് പ്രായം എത്രയായി കുറച്ച് പിള്ളേരെ 18 കുറച്ചു. മുമ്പ് എത്രയായിരുന്നത്? 21 ആയിരുന്നു. ഓക്കെ, ഇനി സാർവത്രിക വോട്ടവകാശം അല്ലെങ്കിൽ പ്രായപൂർത്തിയായ വോട്ടവകാശം. നമ്മുടെ രാജ്യത്തെ മുഴുവൻ പ്രായപൂർത്തിയായവർക്കും വോട്ടവകാശമുണ്ട് എന്ന് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ടോ? ഉണ്ടോ? ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? 326 ആർട്ടിക്കിൾ 326 കേട്ടോ. അതായത് നമ്മുടെ രാജ്യത്ത് പ്രായപൂർത്തിയായ ഓരോ വ്യക്തിക്കും വോട്ടവകാശമുണ്ട് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? 326. അപ്പം നമുക്കിത് രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. സാർവത്രിക വോട്ടവകാശം അല്ലെങ്കിൽ പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 326 ആണ്. ഏതാണ് പിള്ളേരെ? 326. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പം വോട്ടിംഗ് പ്രായം കുറച്ച ഭേദഗതി എത്രാമത്തെയാണ്? 89 61 ഭേദഗതി. പ്രധാനമന്ത്രി ആരാ? രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി. എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പം പ്രായപൂർത്തി വോട്ടവകാശം അല്ലെങ്കിൽ സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 326 ആണ്. എത്ര പിള്ളേരെ? 326. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇടാ ഈ നമുക്കറിയാം 324, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ, 324 മുതൽ 329 വരെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. 324 മുതൽ 329 വരെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ അതിൽ 324, 329. അപ്പോൾ അതിന് 326, അതിനിടയ്ക്കുള്ള 326 എന്തിനെ കുറിച്ച് പറയുന്നു? പ്രായപൂർത്തി വോട്ടവകാശം. അപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് പിള്ളേർ? 326. എത്രയാണ് അല്ലേ? 326. ഓക്കെ, അത്ര മനസ്സിലായല്ലോ. ശരി, അപ്പോൾ വോട്ട് ചെയ്യണമെങ്കിൽ 18 വയസ്സ് മതി. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയണേ. അവിടെ തസ്നി, നമുക്കൊരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആകണം, അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ ആവണം, അതല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം, അതുമല്ലെങ്കിൽ നമുക്കൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം, അതുമല്ലെങ്കിൽ നമുക്കൊരു മേയർ ആകണം. ഓക്കെ, എത്ര വയസ്സ് വേണം? 25 പറഞ്ഞിരിക്കുന്നത്. അവിടെ ആരാ? നയന അതിനെ അനുകൂലിക്കുന്നുണ്ടോ? ഉണ്ടോ? 21 നയന പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് അഭിപ്രായം വന്നിരിക്കുകയാണ്. നിങ്ങളിൽ എത്ര പേർ 25-ൻ്റെ കൂടെ പോകുന്നു? 3 പേര് പോകുന്നില്ല. ഓക്കെ, ജിതിൻ പോകുന്നുണ്ടോ 21-ൻ്റെ കൂടെ? പോകുന്നില്ല. ഭാര്യയല്ലേ? ഭാര്യ സപ്പോർട്ട് ചെയ്യേണ്ട ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമല്ലേ? ആ, ഓക്കെ, അത് ഓർത്ത് വെച്ച് വേണം കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ എത്ര വയസ്സ് മതി? 21 വയസ്സ് മതി. അതായത് നമുക്കൊരു വാർഡ് മെമ്പർ ആവാനോ, അല്ലെങ്കിൽ നമുക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റോ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ മേയറോ ഒക്കെ ആവണമെങ്കിൽ എത്ര വയസ്സ് മതി? 21 വയസ്സ് മതി. 21 വയസ്സിന് ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്ഥാനങ്ങളിലും നമുക്ക് എത്താം. അതായത് പഞ്ചായത്ത് ഇലക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മത്സരിക്കാം. ജോബിനേക്ക് ഇറക്കാൻ പോകും നമ്മൾ അടുത്ത വർഷം, അല്ലടാ? അതെ, ഓക്കെ. അപ്പൊ 21 വയസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പിള്ളേരെ? 21 വയസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച് വിജയിക്കാൻ പറ്റും. വിജയിക്കണേ വേറെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിന് 21 വയസ്സാണെന്നല്ല. ഓക്കെ, 21 അല്ല. നിനക്കെന്നെ അറിയാത്? ഒന്ന് പൗസ് ചെയ്തേടാ. കേക്കട്ടെ. ഓക്കെ, അപ്പം ഓർമ്മയുണ്ടല്ലോ പിള്ളേരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ എത്ര വയസ്സ് വേണം? 21 വയസ്സ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഓർമ്മയുണ്ട്. വോട്ട് ചെയ്യാൻ 18, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 21, ലോകസഭയിലും നിയമസഭയിലും 25, മന്ത്രിയാവണമെങ്കിൽ 25, മുഖ്യമന്ത്രി, മന്ത്രി, കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രി എല്ലാം എത്ര? 25 കേട്ടോ. ഇനി രാജ്യസഭ അംഗമാണെങ്കിൽ 30 വയസ്സ് വേണം. രാജ്യസഭയിൽ മത്സരിക്കുന്ന എത്ര വയസ്സ് വേണം? 30 വയസ്സ്. ബാക്കി പറഞ്ഞ 3 രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ 35. ഇതൊക്കെ ഞാൻ കുറേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, മറക്കരുത് ഈ സാധനമൊന്നും. ഓക്കെ, ശരി. അടുത്ത് നമുക്ക് മുഖ്യമന്ത്രിയെ കുറിച്ച് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, സംസ്ഥാന മന്ത്രിസഭയുടെ തലവനാണ് ആര്? മുഖ്യമന്ത്രി. സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ ആരാണ്? മുഖ്യമന്ത്രി. സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടിയുടെ അഥവാ മുന്നണിയുടെ, പാർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു പാർട്ടി ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? ഭൂരിപക്ഷം നേടും. അതെങ്കിൽ ഒരു മുന്നണി എന്ത് ചെയ്യും?
ഭൂരിപക്ഷം നേടും. അപ്പോൾ ആ പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവ്, മുന്നണി വെച്ച് എന്താണ്ട് കുറേ പാർട്ടികൾ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു സംവിധാനത്തിന് മുന്നണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്കൊരു പാർട്ടി നിന്ന് നേടിയാലും മതി, അല്ലെങ്കിൽ ഒരുമിച്ച് കുറേ പാർട്ടികൾ ചേർന്നിട്ട് മുന്നണി നേടിയാലും മതി. ഭൂരിപക്ഷം ഇപ്പോൾ കേരളത്തിൽ തന്നെ 71 സീറ്റ് ഉണ്ടെങ്കിൽ എന്തായി പിള്ളേരെ ഭൂരിപക്ഷമായി. മനസ്സിലായി? നമുക്ക് അവിടെ 140 നിയമസഭാ സീറ്റുകളല്ലേ, അതിൽ 71 നേടിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സംസ്ഥാനം ഭരിക്കാം. അപ്പോൾ അതിൻ്റെ ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ നേതാവിനെയാണ് എന്താക്കുന്നത്, മുഖ്യമന്ത്രിയായി ഗവർണർ നിയമിക്കുന്നത്. അത് ഗവർണർ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് മന്ത്രിസഭ രൂപീകരിക്കാൻ. മനസ്സിലായി? ആ പാർട്ടിയുടെ നേതാവിന് എന്ത് ചെയ്യും? ഇപ്പോൾ തന്നെ കേരളത്തിൽ ഇവിടെ LDF ആണ് എന്ത് ചെയ്തത്, ഭൂരിപക്ഷം നേടിയത്. അപ്പോൾ LDFിൻ്റെ നേതാവാണ് ആര്? പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയനെ മുഖ്യമന്ത്രിയായിട്ട് ആര് ക്ഷണിച്ചു? ഗവർണർ ക്ഷണിച്ചു, അതായത് നിയമിച്ചു. മനസ്സിലായോ? മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിച്ചു, നിയമിച്ചു. ഓക്കെ, ഗവർണറാണ് നിയമിക്കുന്ന മുഖ്യമന്ത്രിയെ. നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ് കേട്ടോ. ഓക്കെ, ഇനി ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് മുഖ്യമന്ത്രി നിയമിക്കപ്പെടുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ 164-1 കേട്ടോ. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് പിള്ളേരെ? 164-1 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്. മനസ്സിലായോ? 164-1 മറക്കരുത്. നിയമസഭയിൽ അംഗമല്ലാത്ത വ്യക്തിയെയും ഞാൻ ചോദിക്കാം, നിയമസഭയിൽ അംഗമല്ലാത്തൊരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയോ മന്ത്രിയാവാൻ പറ്റുമോ? അഭിപ്രായ സാർ 3 എടുത്ത് ചോദിച്ചു നോക്കാം. ആദ്യം നമുക്ക് അവിടെ അതുല്യ, ഈ നിയമസഭയിൽ അംഗമല്ലാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകാൻ പറ്റുമോ? പറ്റും. അർച്ചന ആയിരിക്കും. അതല്ല, യെസ് ഓർ നോ? സ്നോ യെസ് ഓർ നോ? ഒരു ഉത്തരം പറയണം. പറ്റും. ഓക്കെ, പറ്റും. ആൻസർ പറ്റും. അതായത് നിയമസഭയിൽ അംഗമാകാതെ തന്നെ, ഇലക്ഷൻ നേരിടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ മുഖ്യമന്ത്രി ആകാൻ പറ്റും. മന്ത്രി ആകാൻ പറ്റും. ഇപ്പം തുമ്മി. ഓക്കെ, ശരി. പക്ഷേ ഒരു കാര്യമുണ്ട്, 6 മാസത്തിനുള്ളിൽ, എത്ര മാസത്തിനുള്ളിൽ? 6 മാസത്തിനുള്ളിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം? നിയമസഭ അംഗമായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പം നിയമസഭയിൽ മത്സരിക്കാതെ, നിയമസഭ ഇലക്ഷൻ ജയിക്കാതെ തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാം, മുഖ്യമന്ത്രിയാവാം. പക്ഷേ ആ വ്യക്തി 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നിയമസഭ അംഗമായിരിക്കണം. ക്ലിയർ ആണല്ലോ? ശരി. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുന്ന പക്ഷം ആ വകുപ്പ് ആരിൽ വന്നു ചേരും? മുഖ്യമന്ത്രിയിൽ വന്നു ചേരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാനത്ത് ഒരു വകുപ്പ് മന്ത്രി, ഇപ്പം തന്നെ ഈ ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പം ആന്റണി രാജിവെച്ചില്ലേ? ഇപ്പം പകരം ആര് വന്നു? ഇപ്പം KVS കുമാർ വന്നു. പക്ഷെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, അതായത് 2-3 ദിവസം എടുത്തില്ലേ നമുക്ക്. അപ്പം ഈ ആന്റണി രാജിവെക്കുന്ന സമയത്ത് ആ വകുപ്പ് ആരിലേക്ക് വന്നു ചേരും? പിണറായി വിജയനിലേക്ക് വന്നു ചേരും, അതായത് മുഖ്യമന്ത്രിയിലേക്ക് വന്നു ചേരും. അപ്പോൾ ആദ്യം പഠിച്ചു തന്നെ പിള്ളേരെ, അതൊക്കെ നമുക്ക് ഡൗട്ട് വരും. ഇവർ ഇങ്ങനെ ചോദ്യം ഇട്ടിട്ട് ഗവർണറുടെ ഓപ്ഷൻ തരും. അപ്പം നമ്മൾ നോക്കുമ്പോഴേ മുഖ്യമന്ത്രി കുറേ വകുപ്പുകളുണ്ട്. മനസ്സിലായ? അപ്പോൾ ഈ ഗവർണറാണ് ഭരണത്തലവൻ. സംസ്ഥാനത്തിന് ഭരണത്തലവൻ ആരാണ്? ഗവർണറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഗവർണറിലേക്ക് പോയാലോ എന്ന് ഡൗട്ട് നമുക്ക് വരും. അല്ല, ഒരു മന്ത്രി രാജിവെക്കുമ്പോൾ അയാളുടെ വകുപ്പുകൾ ആരിലേക്കാണ് പോകുന്നത്? മുഖ്യമന്ത്രിയിലേക്കാണ് പോകുന്നത്. ക്ലാസ്സിലാണോ നോക്കുന്നത്, എന്നെയാണോ നോക്കുന്നത്? ഭാര്യയാണ് കേട്ടോ. ഓക്കെ, മുഖ്യമന്ത്രിയിലേക്ക് പോകും. എങ്ങോട്ട് പോകും പിള്ളേരെ? മുഖ്യമന്ത്രിയിലേക്ക് പോകും. ഓക്കെ, സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്ന ആരാണ്? എന്തുകൊണ്ടാണ് താങ്കളത് പറഞ്ഞത്? പഠിക്കുന്നത്. ഓക്കെ, സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി ഒന്ന് പോസ് ചെയ്തേ. അപ്പോൾ പിള്ളേർ, സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്ന ആരാ? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രിയാണ്. ഓക്കെ, എന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ മന്ത്രിമാർക്ക് വകുപ്പുകളുണ്ടല്ലോ. ഇപ്പം ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് പറഞ്ഞു. ഓക്കെ, മന്ത്രിമാരെ നിയമിക്കുന്ന ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ്. സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് ഗവർണർ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. ഈ മന്ത്രിമാർക്ക് വകുപ്പുകൾ വീതിച്ചു കൊടുക്കുന്ന ആരാ? വകുപ്പുകൾ വീതിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ വകുപ്പുകൾ നൽകുന്ന മുഖ്യമന്ത്രിയാണ്. മനസ്സിലായ? അതായത് മന്ത്രിമാർക്ക് വകുപ്പുകൾ നൽകുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. ആരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാ? മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? ഗവർണറുടെ മുന്നിലാണ് കേട്ടോ. അത് 2 പേര്, അതായത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. ഓക്കെ, മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോടാണ്. മനസ്സിലായി? അപ്പൊ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോടാണ്. എന്ന് വെച്ചാൽ എന്താണ്? നിയമസഭയോട്. മനസ്സിലായി? അപ്പൊ മന്ത്രിമാർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ളത് അടുത്താണ്? നിയമസഭയോടാണ്. ആരാണ്? നിയമസഭയോടാണ്. ഓക്കെ, ഭരണകാര്യങ്ങൾ കേട്ടോ. ഗവർണറെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 163 നമുക്കറിയാം ഭരണത്തലവൻ ആരാ?
ഭരണത്തലവൻ ഗവർണറാണ്. ഭരണത്തലവൻ ആരാണ്? ഗവർണറാണ്. അപ്പോൾ ഭരണകാര്യങ്ങളിൽ ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 163. ഏതാണ്? 163. ഇവിടെ 164 ഒന്നെന്താ? മുഖ്യമന്ത്രിയുടെ നിയമനം. 164 ഒന്നെന്താണ്? മുഖ്യമന്ത്രിയുടെ നിയമനം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പറ, സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ ആരാണ്? മുഖ്യമന്ത്രി. ആരാണ് മുഖ്യമന്ത്രി ആകുന്നേ? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവാണ് എന്താകുന്നത്? മുഖ്യമന്ത്രിയാകുന്നത്. മുഖ്യമന്ത്രിയുടെ നിയമനം 164-ൽ 1. നിയമസഭയിൽ അംഗമല്ലാതെ മുഖ്യമന്ത്രിയാവാൻ പറ്റുമോ? പറ്റും. മുഖ്യമന്ത്രിയാവാനും പറ്റും, മന്ത്രിയാവാനും പറ്റും. പക്ഷേ എത്ര മാസത്തിനുള്ളിൽ? 6 മാസത്തിനുള്ളിൽ എന്താവണം? നിയമസഭ അംഗമാകണം. സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രി രാജിവെക്കുന്ന പക്ഷേ ആ വകുപ്പ് ആൾ ചേരും? മുഖ്യമന്ത്രി ചേരും. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്ന ആരാ? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രിയാണ്. മറ്റ് മന്ത്രിമാർക്ക് വകുപ്പുകൾ നൽകുന്നത് മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആരുടെ മുന്നിലാണ്? ഗവർണറുടെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത്? സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മന്ത്രിസഭയ്ക്ക് ആരോടാണ് കൂട്ടുത്തരവാദിത്തമുള്ളത്? അപ്പൊ ഇങ്ങനെ ചോദിക്കും, മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ആരോടാണ്? അവിടെ ഓപ്ഷനിൽ ഇങ്ങനെ ഗവർണർ വരും. നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളിത് പഠിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു ചോദ്യം പഠിച്ചിട്ടില്ല. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ള ആളെന്ന് ചോദ്യം നിങ്ങൾ പഠിച്ചില്ലെന്ന് വിചാരിക്കുക. പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയാണ് നിയമസഭയോട്, ഗവർണറോട്, ജനങ്ങളോട് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ അവിടെ ആൻസർ ഏതാണ്? നിയമസഭയോടാണ്. ഏതാണ്? നിയമസഭയോടാണ്. ഓക്കെ, ശരി. അടുത്ത്, ഗവർണറെ എന്തില്? ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് പിള്ളേരെ? 163. ഏതാണ്? 163. മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, ശരി. അപ്പോൾ അത്രയും ഒന്ന് പഠിച്ചേ എല്ലാവരും. ഇപ്പം എല്ലാം ചോദിക്കും, മറ്റേ പ്രായം മുതൽ ചോദിക്കും കേട്ടോ. ജോബിനെ, വോട്ടിംഗ് പ്രായം 18 കുറച്ച ഭരണഘടന ഭേദഗതി 89. മുമ്പ് എത്രയായിരുന്നു വോട്ടിംഗ് പ്രായം? 21 ആ സമയത്ത് പ്രധാനമന്ത്രി ആരാ? രാജീവ് ഗാന്ധി. ഓക്കെ, ഇവിടെ ഇലക്ഷന് പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറഞ്ഞ ആർട്ടിക്കിൾ 326. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ. ഓക്കെ, അവിടെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായം എത്ര? 21 വയസ്സ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ വേണ്ട പ്രായം എത്ര? 21. നിയമസഭയിലേക്ക് മത്സരിക്കാൻ എത്ര വയസ്സ് വേണം? എത്ര? 25. ഓക്കെ, ലോകസഭ മത്സരിക്കാൻ? ഓക്കെ, രാജ്യസഭ 30 വയസ്സ്. അവിടെ 35 വയസ്സുള്ള ആർക്കൊക്കെ? തസ്നി? ഓക്കെ, രാഷ്ട്രപതി, ഗവർണർ, ഉപരാഷ്ട്രപതി. ഓക്കെ, ഈ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്? 164-ൽ 1. സുമിനെ, ആരാണ് മുഖ്യമന്ത്രി ആകുന്നത്? മുന്നണിയുടെ നേതാവ്. ഓക്കെ, ജിതിനെ, ഈ ഗവർണറെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 163. അവിടെ അർച്ചന, ഒരാൾക്ക് നിയമസഭയിൽ മത്സരിക്കാതെ തന്നെ മുഖ്യമന്ത്രി ആകാൻ പറ്റും. അതിൽ എത്ര കാലത്തിനുള്ളിൽ നിയമസഭ? 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നിയമസഭയിൽ അംഗമാകണം. ഓക്കെ, ശരി. അത്രേ നമുക്ക് ചോദിക്കാനൊക്കെ ഉള്ളൂ. എവിടെ ബാക്കി ചോദ്യം വേറെ എന്തുണ്ടാ? നമ്മൾ പറഞ്ഞോളൂ. ബാക്കിയൊക്കെ എല്ലാത്തിൻ്റെ ആൻസർ മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ആരോടാ കൂട്ടുത്തരവാദിത്തമുള്ളത്? നിയമസഭയോട്. ആരാ ഇവിടെ നിയമിക്കുന്ന? ആരാ അവിടെ? അതില്ല. മുഖ്യമന്ത്രിയെയും ഗവർണർമാരെ നിയമിക്കുന്ന ആരാ? അല്ല, മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെ നിയമിക്കുന്ന ആരാ? ഗവർണറും. ഓക്കെ, ഈ മറ്റ് മന്ത്രിമാർക്ക് വകുപ്പുകൾ വിധിച്ചു കൊടുക്കുന്ന ആരാ? മുഖ്യമന്ത്രി. ഓക്കെ, ശരി. ഇവിടെ കണ്ടുകൂടല്ലോ. നയന, എന്താണ് ചോദ്യം പറയടാ. നമ്മുടെ ഭരണത്തലവൻ ആരാണ്? രാഷ്ട്രപതി. താവക്കെടുത്തത് ഗവർണർ. ഓക്കെ, മന്ത്രിസഭയുടെ തലവൻ ആരാ? മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രിയാണോ ഗവർണറാണോ? മുഖ്യമന്ത്രി. വീണില്ല.
നോക്കിയേ, മന്ത്രിസഭയുടെ സാധാരണ കാലാവധി 5 വർഷമാണെങ്കിലും, 5 വർഷമാണ് കാലാവധി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭൂരിപക്ഷമുള്ള കാലത്തോളം മാത്രമേ മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. മനസ്സിലായോ? നിയമസഭ ഇപ്പം മന്ത്രിസഭയുടെ കാലാവധി 5 വർഷം. ഇപ്പം നമ്മളെല്ലാം കൂടെ മന്ത്രിസഭ രൂപീകരിച്ചു. ആ മന്ത്രിസഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. പക്ഷേ നമ്മളെ ഭരണ സമയത്ത് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ സമയത്ത് നമുക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു വിചാരിക്കുക. നമ്മൾ കേരളത്തിലാണെങ്കിൽ എത്ര സീറ്റ് വേണം? 71. അപ്പം നമുക്ക് കറക്റ്റ് 71 ആയിരുന്നു. ഇവനെ വേറെ പാർട്ടിക്കാർ പൈസ എടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി കേട്ടോ. അപ്പം നമുക്ക് എത്രയായി? 70. നമുക്ക് ഭൂരിപക്ഷം ഇല്ലാതായി മാറി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ മന്ത്രിസഭ താഴെ വീഴും കേട്ടോ. അപ്പോൾ ആ സമയം വരെ അത് ഓർത്ത് വെച്ചോണം. മന്ത്രിസഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. പക്ഷേ ഈ 5 വർഷം നമ്മൾ ഭരിക്കണമെങ്കിൽ നമുക്ക് എവിടെ ഭൂരിപക്ഷം വേണം? നിയമസഭയിൽ ഭൂരിപക്ഷം വേണം. എത്ര വേണം? നിയമസഭയിൽ ഭൂരിപക്ഷം വേണം. നീ എങ്ങനെ പോകൂടാ? ഓക്കെ. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ അസംബ്ലിയുടെ മൊത്തം അംഗസംഖ്യയുടെ 15%. എന്നാൽ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാനും പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പം 15% എന്ന് പറഞ്ഞാൽ ഇപ്പം 100 സീറ്റുണ്ട്. 100 നിയമസഭാ സീറ്റുണ്ടെന്ന് വിചാരിക്കുക. 100 നിയമസഭാ മണ്ഡലങ്ങൾ. അപ്പം നമുക്ക് എത്ര മന്ത്രിയാവാം? 100ന്റെ 15% എത്രടാ? 15. എത്രയാണ്? 15. 100ന്റെ 15% എത്രയാണ്? 15. ഇപ്പം എത്ര മന്ത്രിമാരുണ്ട്? 21 മന്ത്രിമാരുണ്ട്. അതായത് 140ന്റെ 15% വരുന്നുണ്ട്. 140ന്റെ 15% വരുന്നത്. മനസ്സിലായത് നിങ്ങൾക്ക്? 140ന്റെ 10% എത്ര? 14. 140ന്റെ 5% എത്ര? 7. അപ്പോൾ 14 7 എത്ര? 21. മനസ്സിലായോ? അതാണ്. അപ്പോൾ നമ്മൾ ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എത്ര നിയമസഭാ സീറ്റുണ്ടോ അതിൻ്റെ എത്ര ആവാവും? 15 ആവാവും. 15% ആവാവും. എന്നാൽ എത്ര കുറയാൻ പാടില്ല? 12-ൽ കുറയാൻ പാടില്ല. എത്ര കുറയാൻ പാടില്ല? 12-ൽ കുറയാൻ പാടില്ല. ഇതൊക്കെ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആ പോയിന്റ് ആകെ ഡൗട്ട് ഉണ്ടോ? അകലേക്ക് മനസ്സിലായോ? പ്രത്യേകം മനസ്സിലായി? ശരി. തസ്നിയല്ല ബിസ്മിക്ക് മനസ്സിലായി? ഓക്കെ. അവിടെ നയനയ്ക്ക് മനസ്സിലായ? ആകെ നിയമസഭാ സീറ്റിന്റെ 15% ആവാവും. പക്ഷേ എത്ര കുറയാൻ പാടില്ല? 12 കുറയാൻ പാടില്ല. അപ്പൊ കേരളത്തിൽ എങ്ങനെയാണ് 21 മനസ്സിലായല്ലോ? 140ന്റെ 15% എത്ര? 21. ഓക്കെ അല്ലേ? ശരി. അടുത്ത് 2003 91 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും മന്ത്രിമാരുടെ പരമാവധി എണ്ണം നിശ്ചയിച്ചത്. ഓക്കെ. അപ്പോൾ ഈ എണ്ണം നിശ്ചയിച്ചത്, പരമാവധി എണ്ണം നിശ്ചയിച്ചത് ഏതാണ്? 2003 91 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. എത്ര? 2003 91 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ മന്ത്രിമാരുടെ എണ്ണം എന്ത് ചെയ്തത്? നിശ്ചയിച്ചത്. മുഖ്യമന്ത്രിയുടെ ശമ്പളവും അലവൻസുകളും നിശ്ചയിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭയാണ് കേട്ടോ. മുഖ്യമന്ത്രിയുടെ ശമ്പളവും അലവൻസ് നിശ്ചയിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭയാണ്. ആരാണ്? സംസ്ഥാന നിയമസഭയാണ്. ഇത്രയും മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ കാര്യങ്ങളെല്ലാം? ഓക്കെ. ഇപ്പോൾ പഠിച്ചാൽ ഞങ്ങൾ പറഞ്ഞുതരാം. മന്ത്രിസഭയുടെ കാലാവധി എത്ര വർഷം? 5 വർഷം. പക്ഷേ 5 വർഷം നിൽക്കാൻ പറ്റുമോ അവർക്ക്? നിൽക്കണമെങ്കിൽ എന്ത് വേണം? നിയമസഭയിൽ ഭൂരിപക്ഷം വേണം. നിയമസഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം മാത്രമേ മന്ത്രിസഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? തുടരാൻ കഴിയത്തുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ അസംബ്ലിയുടെ, അതായത് നിയമസഭാ സീറ്റുകളുടെ 15% ആയിരിക്കണം. പക്ഷേ എത്ര കുറയാൻ പാടില്ല? 12 കുറയാൻ പാടില്ല. കേരളത്തിൽ എത്രയാണ് പരമാവധി? 21. ഈ കേന്ദ്ര മന്ത്രിസഭയുടെ സംസ്ഥാന മന്ത്രിസഭയുടെയും പരമാവധി മന്ത്രിമാരുടെ എണ്ണം അത് തീരുമാനിച്ചല്ലെങ്കിൽ അത് എന്താ നമ്മൾ ഒരു വാക്ക് കിട്ടില്ലല്ലേ? അത് നിശ്ചയിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ്? 2003 91 ഭരണഘടനാ ഭേദഗതി. 2003 91 ഭരണഘടനാ ഭേദഗതി. ഈ 91 ഭരണഘടനാ ഭേദഗതി ഏതാണ്? കൂറുമാറ്റ നിരോധന നിയമം കേട്ടോ. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വരാൻ കാരണമായ ഭേദഗതിയാണ് ഏത്? 2003 91 ഭേദഗതി കേട്ടോ. കൂറുമാറ്റ നിരോധന നിയമം അത് എഴുതിക്കോണേ. കൂറുമാറ്റ നിരോധന നിയമം കേട്ടോ. 2001 2003 91 ഭേദഗതിയാണ് കേട്ടോ. ഓക്കെ. ശരി. കൂറുമാറ്റം 1955 52 ഭേദഗതിയിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ നിലവിൽ വരാൻ കാരണമായ ഭേദഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 2003 91. ഇത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ. 85 52 ഭേദഗതിയിലാണ് ഇത് ആദ്യമായി പരാമർശിക്കുന്നത്. എന്നാൽ പൂർണ്ണമായും അത് നിലവിൽ വരാൻ കാരണമായത് 2003 91 ഭേദഗതിയാണ്. ഓക്കെ. ശരി. അപ്പോൾ ആ ഭേദഗതിയിലൂടെയാണ് കേന്ദ്ര മന്ത്രിസഭയിലെയും സംസ്ഥാന മന്ത്രിസഭകളിലെയും പരമാവധി മന്ത്രിമാരുടെ എണ്ണം നിശ്ചയിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പം മുഖ്യമന്ത്രിയുടെ ശമ്പളവും അലവൻസും നിശ്ചയിക്കുന്നത് ആരാണ്ടാ? സംസ്ഥാന നിയമസഭയാണ്. ഓക്കെ. അപ്പോൾ എത്ര മനസ്സിലായല്ലോ? ഇനി അങ്ങോട്ടുള്ളതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. പഠിച്ച് നമുക്ക് കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ആൾക്കാരുടെ പേര് തന്നെയാണ്. ഓക്കെ. മുഖ്യമന്ത്രിയായ ആദ്യ വനിത ആരാ?
ഇന്ത്യയിലെ മുഖ്യമന്ത്രി ആദ്യ വനിതയാണ് സുജേത കൃപലാനി. ആരാണ്? സുജേത കൃപലാനി. 1963 ഉത്തർപ്രദേശ്. 1963 ഉത്തർപ്രദേശ്. അപ്പൊ മുഖ്യമന്ത്രി ആദ്യ വനിത ആര് പിള്ളേരെ? സുജേത കൃപലാനി. ഏത് വർഷം? 1963 ഉത്തർപ്രദേശ്. ഓക്കെ. മുഖ്യമന്ത്രി രണ്ടാമത്തെ വനിത ഏതാ? ഇത്രവണ പേരാണ്. നന്ദിനി സപ്തതിയാ? നന്ദിനി തന്നെ. സപ്തതിയാ? 7 വയസ്സ് പൂർത്തിയാക്കണത് സർക്കാരാ? നന്ദിനി. ആർക്ക് പറയാം? നന്ദിനി മുഴുവൻ പേര് ആർക്ക് പറയാം? നന്ദിനി. രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി സത്പതി. നന്ദിനി സത്പതി. റൈറ്റ് ആൻസർ. നന്ദിനി സത്പതി കേട്ടാ. രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി നന്ദിനി സത്പതിയാണ്. നന്ദിനി സത്പതി. 1972 ഒഡീഷ. 1972 ഒഡീഷ. അപ്പൊ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാ? സുജേത കൃപലാനി. 1963 ഉത്തർപ്രദേശ്. രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി ആരാ? നന്ദിനി സത്പതി. 1972 ഒഡീഷ. സത്പതി ഒഡീഷ. 72 ഒഡീഷ. മുഖ്യമന്ത്രിയായിട്ടുള്ള ഏതെങ്കിലും മലയാളി വനിത ഉണ്ടോ? ഉണ്ട്. അതാണ് മുഖ്യമന്ത്രി ആയിട്ടുള്ള. കേരളത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ലെങ്കിലും ഒരു മലയാളി വനിത എന്ത് ചെയ്തിട്ടുണ്ട്? മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ആരാണ് ആ മലയാളി വനിത? ജാനകി രാമചന്ദ്രൻ. ആരാണ്? ജാനകി രാമചന്ദ്രൻ. അപ്പൊ മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണ് പിള്ളേരെ? ജാനകി രാമചന്ദ്രൻ. ഏത് സംസ്ഥാനത്തിന്റെ? തമിഴ്നാടിന്റെ. ഏത് സംസ്ഥാനത്തിന്റെയാണ്? തമിഴ്നാടിന്റെ. മുഖ്യമന്ത്രിയായ ആദ്യ ദളിത് വനിത ആരാണ്? മായാവതി. മുഖ്യമന്ത്രിയായ ആദ്യ ദളിത് വനിത ആരാണ് പിള്ളേരെ? മായാവതി. മായാവതി ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു? അല്ല, അത് മമതാ ബാനർജി. BSP. എടാ ഉത്തർപ്രദേശ്. മായാവതി ഉത്തർപ്രദേശ്. UP. മായാവതി UP ഉത്തർപ്രദേശ്. ഓക്കെ. എടാ നോക്കാം, ഒന്ന് ഫുള്ള് നോക്കാം. ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാ? സുജേത കൃപലാനി. വർഷം 1963. സംസ്ഥാനം ഉത്തർപ്രദേശ്. രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി ആരാ? നന്ദിനി സത്പതി. പറ. നന്ദിനി സത്പതി. വർഷം 1972. സംസ്ഥാനം ഒഡീഷ. ഓക്കെ. മുഖ്യമന്ത്രി ആദ്യ മലയാളി വനിത? ജാനകി രാമചന്ദ്രൻ. സംസ്ഥാനം തമിഴ്നാട്. ഓക്കെ. അടുത്ത മുഖ്യമന്ത്രി ദളിത് വനിത? മായാവതി ഉത്തർപ്രദേശ്. ഓക്കെ. ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ? ശരി. അപ്പൊ നമുക്ക് ഇത്ര ഒന്ന് ചോദിക്കാം. ഓക്കെ. പോസിറ്റോ. മോനെ, മന്ത്രിസഭയുടെ കാലാവധി 5 വർഷം. പക്ഷേ ആ കാലാവധിക്കുള്ളില് അവരെ മന്ത്രിസഭയുടെ അംഗബലം കുറഞ്ഞ നഷ്ടപ്പെട്ടാൽ, എവിടത്തെ പുരുഷൻ നഷ്ടപ്പെട്ടാൽ? അവരുടെ നിയമസഭയിലെ പുരുഷൻ നഷ്ടപ്പെട്ടാൽ മന്ത്രിസഭ താഴെ വീഴും. ഓക്കെ. ഒരു സംസ്ഥാനത്ത് മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ അസംബ്ലിയുടെ മൊത്തം അംഗസംഖ്യയുടെ 15% എന്നാൽ എത്ര കുറയാൻ പാടില്ല? 12 കുറയാൻ പാടില്ല. ഓക്കെ. ഈ പരമാവധി അംഗസംഖ്യ നിശ്ചയിച്ചത് 2003 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ. മുഖ്യമന്ത്രിയുടെ ശമ്പളവും അലവൻസ് നിശ്ചയിക്കുന്നത് ആരാണ്? ഏത് മന്ത്രിസഭ? സംസ്ഥാന മന്ത്രിസഭയല്ല. മന്ത്രിസഭ നിശ്ചയിക്കാൻ പറ്റൂടാ? നിയമസഭ. ഏതാണ്? നിയമസഭ. ഓക്കെ. അവിടെ മുഖ്യമന്ത്രി ആദ്യ വനിത ആരാ? സുജേത കൃപാലിനി അല്ല, കൃപലാനി. കൃപലാനി. ഏത് വർഷം? 63. ഏത് സംസ്ഥാനം? ഉത്തർപ്രദേശ്. അടുത്ത മുഖ്യമന്ത്രി രണ്ടാമത്തെ വനിത ആരാ? നന്ദിനി സത്പതി. ഏത് വർഷം? സംസ്ഥാനം ഒഡീഷ. ഓക്കെ. അടുത്ത മുഖ്യമന്ത്രി ആദ്യം മലയാളി വനിത ആരാ? ജാനകി രാമചന്ദ്രൻ. സംസ്ഥാനം ഏതാ? തമിഴ്നാട്. മുഖ്യമന്ത്രി ആദ്യം ദളിത് വനിത ആരാ? മായാവതി. ഏത് സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഓക്കെ. എടാ ഇങ്ങോട്ട് നോക്കണേ. ഇനി അടുത്ത മുഖ്യമന്ത്രിയായ ആദ്യ മുസ്ലിം വനിത ആരാ? പൃഥ്വിരാജിന്റെ ഒരു സിനിമയുടെ പേരിലുണ്ട്, അൻവർ. സൈഫ് അലി ഖാന്റെ മോന്റെ പേരുമുണ്ട്. സയ്യിദ അൻവർ തൈമൂർ. കേട്ടാ. സയ്യിദ അൻവർ തൈമൂർ. കേട്ടാ. സയ്യിദ അൻവർ തൈമൂർ. കേട്ടാ. സയ്യിദ അൻവർ തൈമൂർ. കേട്ടാ. സയ്യിദ അൻവർ തൈമൂർ. ഓക്കെ. ഏത് സംസ്ഥാനത്തിന്റെയാണ്? സയ്യിദ അൻവർ തൈമൂർ. ഏത് സംസ്ഥാനം? അസം. ഓക്കെ. അപ്പൊ മുഖ്യമന്ത്രി ആദ്യ മുസ്ലിം വനിത ആരാണ്? സയ്യിദ അൻവർ തൈമൂർ. എന്താണ്? സയ്യിദ അൻവർ തൈമൂർ. ഏത് സംസ്ഥാനം?
ആസാമാണ് കേട്ടോ, ആസാം. ഓക്കെ, മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ മുസ്ലിം വനിത ആരാ? ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രിയായിരുന്നു മെഹബൂബ മുഫ്തി. ആരാണ്? മെഹബൂബ മുഫ്തി. അപ്പോൾ മുഖ്യമന്ത്രി രണ്ടാമത്തെ മുസ്ലിം വനിത ആരാടാ? പറടാ. മെഹബൂബ മുഫ്തി. ആരാണ്? മെഹബൂബ മുഫ്തി. ഓക്കെ, മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ നടൻ ആരാ? MGR അല്ലെങ്കിൽ MG രാമചന്ദ്രൻ. MGR അല്ലെങ്കിൽ MG രാമചന്ദ്രൻ. ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായത്? മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ നടനാണ് ആര്? MGR. ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? തമിഴ്നാട്. പുരച്ചിത് തലൈവർ അല്ലേ? പുരച്ചിത് തലൈവർ. ഓക്കെ ഓക്കെ. അടുത്ത മുഖ്യമന്ത്രിയായ ആദ്യത്തെ IAS കാരൻ ആരാ? അല്ല, മുഖ്യമന്ത്രിയായ ആദ്യത്തെ IAS കാരനാണ് അജിത് ജോഗി. ആരാണ്? അജിത് ജോഗി. ഏത് സംസ്ഥാനത്തിൻ്റെ അറിയാമോ? ഛത്തീസ്ഗഡിൻ്റെയാണ്. ഏതാണ് വളരെ? ഛത്തീസ്ഗഡ്. അപ്പോൾ മുഖ്യമന്ത്രിയായ ആദ്യത്തെ IAS കാരൻ ആരാണ്? അജിത് ജോഗി, ഛത്തീസ്ഗഡ്. അജിത് ജോഗി, ഛത്തീസ്ഗഡ്. 3 ദിവസം മാത്രം മുഖ്യമന്ത്രിയായ വ്യക്തിയുണ്ട് ഇന്ത്യയിൽ. ആരാ? ആളുടെ പേരാണ് ജഗദാംബിക പാൽ. ആരാണ്? ജഗദാംബിക പാൽ. എടാ, 3 ദിവസം മാത്രം മുഖ്യമന്ത്രി വ്യക്തിയാണ് ആര്? ജഗദാംബിക പാൽ. പറഞ്ഞേ, ജഗദാംബിക പാൽ. ജഗദാംബിക പാൽ. ഇത്ര മനസ്സിലായല്ലോ. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് മുഖ്യമന്ത്രി ആദ്യം മുസ്ലിം വനിത ആരാ? സയ്യിദ അൻവർ തൈമൂർ. എടാ, ഏത് സംസ്ഥാനം? അസം. മുഖ്യമന്ത്രി രണ്ടാമത്തെ മുസ്ലിം വനിത ആരാ? മെഹബൂബ മുഫ്തി. സംസ്ഥാനം ഏതാ? ജമ്മു കാശ്മീർ. മുഖ്യമന്ത്രി ആദ്യ സിനിമാ നടൻ ആരാ? MGR. ഓക്കെ, മുഖ്യമന്ത്രിയായ ആദ്യ IAS കാരൻ ആരാ? അജിത് ജോഗി. അജിത് ജോഗി ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു? ഛത്തീസ്ഗഡ്. ഓക്കെ, 3 ദിവസം മാത്രം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര്? ജഗദാംബിക പാൽ. ജഗദാംബിക പാൽ ഏത് സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഏത് സംസ്ഥാനമാണ് പിള്ളേരെ? ഉത്തർപ്രദേശ്. ഓക്കെ, മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ. അടുത്ത, ഇന്ത്യയിൽ മുഖ്യമന്ത്രി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാ? ഇന്ത്യയിലെ മുഖ്യമന്ത്രി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് MOH ഫറൂഖ്. ഇടയിക്കോ, ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് പിള്ളേരെ? MOH ഫറൂഖ്. MOH ഫറൂഖാണ് മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. MOH ഫറൂഖ്. MOH ഫറൂഖ് 29ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി. എവിടുത്തെ മുഖ്യമന്ത്രിയാണ് ആയത്? എവിടുത്തെ മുഖ്യമന്ത്രിയാ? അല്ല, അത് സംസ്ഥാനമല്ല. പുതുച്ചേരിയാണ്. പുതുച്ചേരി. ഇന്ത്യയിൽ മുഖ്യമന്ത്രി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? MOH ഫറൂഖ്. MOH ഫറൂഖ് ഏത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി? അല്ല, എവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു? പുതുച്ചേരി. പുതുച്ചേരി. സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ആരാ? ആൻസർ പ്രഫുല്ല കുമാർ മെഹന്ത. ആസാമിൻ്റെ മുഖ്യമന്ത്രിയാണ് പ്രഫുല്ല കുമാർ മെഹന്ത. ആസാമിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആസാമിൻ്റെ 33ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയായി. 33ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ചുകൂടെ പഠിക്കാണ്ട്. അപ്പോൾ ഇത്രയും ചോദിച്ചിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫുള്ളൊന്ന് പറഞ്ഞു നോക്കാം പിള്ളേരെ. നമുക്ക് ആദ്യ വനിത ആരാ? സുജേത കൃപലാനി. വർഷം 63, ഉത്തർപ്രദേശ്. ഓക്കെ, രണ്ടാമത്തെ വനിത നന്ദിനി സത്പതി. അടുത്തത് 72, ഒഡീഷ. ഓക്കെ, അടുത്ത മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ജാനകി രാമചന്ദ്രൻ. ഏത് സംസ്ഥാനം? തമിഴ്നാട്. ഓക്കെ, ആദ്യ ദളിത് വനിത മായാവതി, ഉത്തർപ്രദേശ്. ഓക്കെ, ആദ്യത്തെ മുസ്ലിം വനിത സയ്യിദ അൻവർ തൈമൂർ. ഓക്കെ, ഏത് സംസ്ഥാനം? ആസാം. രണ്ടാമത്തെ മുസ്ലിം വനിത മെഹബൂബ മുഫ്തി. ഏത് സംസ്ഥാനം? ജമ്മു കാശ്മീർ. ഓക്കെ, അടുത്ത മുഖ്യമന്ത്രി ആദ്യ സിനിമാ നടൻ ആരാ? MGR തമിഴ്നാട്. മുഖ്യമന്ത്രി ആദ്യ IAS കാരൻ അജിത് ജോഗി. ഏത് സംസ്ഥാനം? ഛത്തീസ്ഗഡ്. അടുത്ത 3 ദിവസം മാത്രം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര്? ജഗദാംബിക പാൽ. ആരാണ്? ജഗദാംബിക പാൽ. ഏത് സംസ്ഥാനം? ഉത്തർപ്രദേശ്. അടുത്ത, ഇന്ത്യയിൽ മുഖ്യമന്ത്രി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? MOH ഫറൂഖ്. എവിടത്തെ മുഖ്യമന്ത്രിയായത്? പുതുച്ചേരി. എന്നാൽ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? പ്രഫുല്ല കുമാർ മഹന്തയാണ് കേട്ടോ. പ്രഫുല്ല കുമാർ മഹന്ത. ഏത് സംസ്ഥാനം? ആസാം. എത്രാമത്തെ വയസ്സില്? 33. ഓക്കെ, ഇനി കുറച്ച് ചോദ്യങ്ങളൂടെ ഉണ്ടേ പിള്ളേരെ. ഓക്കെ, ശരി, പൗസ് ചെയ്തോ. ഓക്കെ, നോക്കിയോ. IIT ബിരുദധാരിയായ ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ബിരുദധാരിയായിട്ടുള്ള ആദ്യ മുഖ്യമന്ത്രി ആരാണ്? സൗന്ദര്യമായിട്ട് ബന്ധമുള്ള പേരാണ്. സൗന്ദര്യരാജ് അല്ല, മനോഹർ പരീക്കർ.
മനോഹർ പരീക്കർ. നിങ്ങൾ പ്രതീക്ഷിച്ചില്ലേ അങ്ങനെ? ഓക്കെ. അപ്പോൾ IIT ബിരുദധാരിയായ ഇന്ത്യയിൽ ആദ്യ മുഖ്യമന്ത്രിയാണ് ആര്? മനോഹർ പരീക്കർ. ഈ മനോഹർ പരീക്കർ 4 പ്രാവശ്യം ഗോവ മുഖ്യമന്ത്രി. എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അപ്പോൾ IIT ബിരുദധാരിയായ ഇന്ത്യയിൽ ആദ്യ മുഖ്യമന്ത്രിയാണ് മനോഹർ പരീക്കർ. 4 പ്രാവശ്യം ഇദ്ദേഹം ഗോവയുടെ മുഖ്യമന്ത്രിയായി. 2014 മുതൽ 17 വരെ ഇദ്ദേഹം എന്തായിരുന്നു? നരേന്ദ്രമോദി മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു. മനസ്സിലായി? 2014 മുതൽ 17 വരെ ഇദ്ദേഹം എന്തായിരുന്നു? വളരെ മോദി മന്ത്രിസഭയിൽ എന്തായിരുന്നു? പ്രതിരോധ മന്ത്രിയായിരുന്നു. ഒരു ഫോട്ടോ ഉണ്ട്. അതായത് പുള്ളിക്കാരൻ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ഇതൊക്കെ നമ്മൾ ഈ ഓക്സിജനൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് വരുന്നത്, മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരുന്നത്. ഇവിടെ ഒരു ഫോട്ടോ അത് മരിച്ചുപോയി. ഓക്കെ. അപ്പം IIT ബിരുദധാരിയായ ഇന്ത്യയിൽ ആദ്യ മുഖ്യമന്ത്രിയാണ് ആര്? മനോഹർ പരീക്കർ. 4 പ്രാവശ്യം എന്ത് ചെയ്തു? ഗോവയുടെ മുഖ്യമന്ത്രിയായി. ഓക്കെ. 2014 മുതൽ 17 വരെ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ എന്തായിരുന്നു പിള്ളേരെ? പ്രതിരോധ മന്ത്രിയായിരുന്നു കേട്ടോ. അടുത്ത്, മുഖ്യമന്ത്രിയായിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ വ്യക്തിയാണെന്ന് അറിയാവോ? മുഖ്യമന്ത്രിയായിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ വ്യക്തിയാണെന്ന് അറിയാവോ ഇന്ത്യയിൽ? ഈ വ്യക്തി നിങ്ങൾക്ക് അറിയാം. നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ധാരാളം തവണ നമ്മൾ ഉപയോഗിക്കും. ഇദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇദ്ദേഹം ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട സംവിധാനം ആരംഭിക്കുന്നതിന് കാരണക്കാരൻ ഈ വ്യക്തിയായിരുന്നു. ഒരു പ്രധാനപ്പെട്ട സംവിധാനം, ഇന്നും നിലവിലുള്ള സംവിധാനം. ബൽബന്തറായ് മേത്ത. റൈറ്റ് ആൻസർ മിസ്റ്റർ ജോബിൻ. ബൽബന്തറായ് മേത്ത. കേട്ടാ, നമ്മുടെ പഞ്ചായത്തി രാജിന്റെ പിതാവ് ഉണ്ടല്ലോ, പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബൽബന്തറായ് മേത്തയാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ മുഖ്യമന്ത്രി. കേട്ടോ, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യക്കാരനായ മുഖ്യമന്ത്രി ആരാണ് പിള്ളേരെ? ബൽബന്തറായ് മേത്ത. ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു? ഗുജറാത്ത്. ഓക്കെ. അടുത്ത്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരാണ്? അത് സാധാരണ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരൊന്നും എന്ത് ചെയ്യാറില്ല, ഇലക്ഷനിലും പരാജയപ്പെടാറില്ല. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്? കേരളത്തില ജാർഖണ്ഡ് മുഖ്യമന്ത്രി. പക്ഷെ ആ ആളുടെ പേര് കേരളത്തിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഇഷ്ടം പോലെയുണ്ട്. അഖിലൊന്നുമല്ല, മോഹനൊന്നുമല്ല. എന്തെങ്കിലും ഇങ്ങനെടാ, വിഷ്ണു അല്ല. ഇത് പ്രായ ആൾക്കാർ നിന്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. യതീഷല്ല, ഇത്തിരി പ്രായമുള്ള ആൾക്കാരാണ്. ഷിബു സോറൻ. ആരാണ്? ഷിബു സോറൻ കേട്ടോ, ഷിബു സോറൻ. ഓക്കെ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരാണ് പിള്ളേരെ? ഷിബു സോറൻ. ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഏതാണ് പിള്ളേരെ? ജാർഖണ്ഡ്. ഓക്കെ. അടുത്ത്, ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? നവീൻ പട്നായിക് അല്ല, 2ാം സ്ഥാനത്തില്ല നവീൻ പട്നായിക്. ആദ്യം പവൻകുമാർ ചാംലിംഗ് കേട്ടോ. 2ാം സ്ഥാനത്ത് നവീൻ പട്നായിക് കേട്ടോ. അല്ലെങ്കിൽ പവൻകുമാർ ചാംലിംഗ്. ഓക്കെ. ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്ന പിള്ളേരെ പവൻ ചാംലിംഗ് അല്ലെങ്കിൽ പവൻകുമാർ ചാംലിംഗ്. 94 മുതൽ 2019 വരെ സിക്കിം മുഖ്യമന്ത്രിയായിരുന്നു കേട്ടോ. 94 മുതൽ 2019 വരെ എന്തായിരുന്നു? സിക്കിമിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ എന്താണ് ചോദ്യം? പറഞ്ഞേ. ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര്? പവൻകുമാർ ചാംലിംഗ്. ആരാണ്? പവൻകുമാർ ചാംലിംഗ്. ഓക്കെ. 94 മുതൽ 2019 വരെ ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു? സിക്കിമിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഓക്കെ. അടുത്ത്, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വനിത ആരാണ്? അല്ല, അവർ കേരളത്തിന് ഗവർണറായിട്ടുണ്ട്. ഷീലാ ദീക്ഷിത് ആണ് കേട്ടോ. ആരാണ്? ഷീലാ ദീക്ഷിത്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വനിത ആരാണ് പിള്ളേരെ? ഷീലാ ദീക്ഷിത് ആണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വനിത, ഷീലാ ദീക്ഷിത്. ഓക്കെ. 98 മുതൽ 2013 വരെ. 98 മുതൽ 2013 വരെ. ഓക്കെ. അപ്പോൾ ആ 2 ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായ പിള്ളേരെ? ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാ? പവൻ ചാംലിംഗ് അല്ലെങ്കിൽ പവൻകുമാർ ചാംലിംഗ്. 94 മുതൽ 2019 വരെ. ഓക്കെ. 2ാം സ്ഥാനത്ത് ഇപ്പം നവീൻ പട്നായിക്കാണ്. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ് 2ാം സ്ഥാനത്ത്. ഓക്കെ. അടുത്ത ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിരുന്ന വനിത ആരാണ്? ഷീലാ ദീക്ഷിത്. 98 മുതൽ 2013 വരെ. ഓക്കെ. ഇനി 3 ഡൽഹി മുഖ്യമന്ത്രി. ഇത് ഗവർണറായിട്ടുണ്ട്, കേരളത്തിന് ഗവർണറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വനിത ഷീലാ ദീക്ഷിത് ആണ്. ഡൽഹിയാണ്. 2013 വരെ. 98 മുതൽ 2013 വരെ. ഓക്കെ. അയോഗ്യയാക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരാ? അയോഗ്യയാക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ വ്യക്തിയെ. ജയലളിതയാണ് ആൻസർ. ജയലളിത. അപ്പോൾ അയോഗ്യയാക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിയാണ് ആര് പിള്ളേരെ? ജയലളിത. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയാണ് ആൻസർ. ഓക്കെ. അടുത്ത് വ്യത്യസ്തമായൊരു ചോദ്യമാണ്. 2 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്?
രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ND തിവാരി. ആരാണ്? ND തിവാരി. തിവാരി കേട്ടോ, ND തിവാരി. ഏതൊക്കെയായിരിക്കും രണ്ട് സംസ്ഥാനങ്ങൾ? ഒന്ന് ഐഡിയ ആയിട്ട് പറഞ്ഞു നോക്കിയാൽ. ഒരു സംസ്ഥാനത്ത് തിവാരിയൊക്കെ ബീഹാർ ഉത്തർപ്രദേശ് എന്നല്ല, ബീഹാർ ഉത്തർപ്രദേശൊക്കെ രണ്ട് സംസ്ഥാനമല്ലേ. ഇത് നിങ്ങൾ ഐഡിയ വെച്ച് ചിന്തിക്കണം. അതായത് ഒരു സംസ്ഥാനത്തിന്റെ ഭാഗമായി വിഭജിച്ചു വന്ന സംസ്ഥാനമായിരിക്കും. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്. അപ്പം രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആര്? ND തിവാരി. ആരാണ്? ND തിവാരി. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. 3 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആരാണ്? ആളൊരു മലയാളിയാണ്. മലയാളിയാണ്. അറിയാം, താങ്കൾക്കറിയാം. സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ആളുടെ പേരില് തിരുവനന്തപുരത്തൊരു സ്ഥലമുണ്ട്. ജഗതിയല്ല, പോയിന്റ് ചേച്ചി. പട്ടം താണുപിള്ളയാണ്. 3 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ഏക വ്യക്തിയാണ് ആര്? പട്ടം താണുപിള്ള. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം. ഏതൊക്കെയാണ്? തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം. എന്താടാ? 3 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ഏക വ്യക്തിയാണ് ആര്? പട്ടം താണുപിള്ള. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം. അതായത് തിരുവിതാംകൂറിൽ 1948 മുഖ്യമന്ത്രിയായി, തിരുക്കൊച്ചിയിൽ 1954 മുഖ്യമന്ത്രിയായി, കേരളത്തിൽ 1960 എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയായി. ഇത്രയും മനസ്സിലായ? അപ്പോൾ മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്. ഈ ലാസ്റ്റ് പറഞ്ഞ ഞാൻ ഒന്നുകൂടെ ഓടിച്ച് പോവുകയാണ്. IIT ബിരുദധാരി മനോഹർ പരീക്കർ 4 തവണ ഗോവ മുഖ്യമന്ത്രി, 2014 മുതൽ 17 വരെ പ്രതിരോധ മന്ത്രി. മുഖ്യമന്ത്രിയായിരിക്കെ കൊല്ലപ്പെട്ടത് ബൽവന്ത് റായ് മേത്ത, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ഷിബു സോറൻ, ജാർഖണ്ഡ്. ഓക്കെ, ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി പവൻകുമാർ ചാംലിംഗ്, സിക്കിം 94 മുതൽ 2019 വരെ. 2ാം സ്ഥാനത്ത് നവീൻ പട്നായിക്, ഒഡീഷ. അത് ജ്യോതി ബസു, ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിന്റെ റെക്കോർഡാണ് ആര് മറികടന്നത്? നവീൻ പട്നായിക് മറികടന്നത്. 2ാം സ്ഥാനത്ത് നവീൻ പട്നായിക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഷീല ദീക്ഷിത്. ആരാണ്? ഷീല ദീക്ഷിത്. അത് വനിത ആരാണ്? ഷീല ദീക്ഷിത്. ഡൽഹി 98, 2013. അയോഗ്യയാക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിയാണ് ജയലളിത, തമിഴ്നാട്. 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആര്? ND തിവാരി. 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് പട്ടം താണുപിള്ള. 48 തിരുവിതാംകൂർ, 54 തിരുക്കൊച്ചി, 60 കേരളം. ND തിവാരി എവിടെയൊക്കെയായിരുന്നു? ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പോൾ അത്രയും കൂടെ ചോദിച്ചാൽ നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പഠിച്ചോ? അത് നിന്റെ അടുത്ത് ചോദിക്കാം. നിന്റെ അടുത്ത് ചോദിക്കാം. ഇന്ത്യയിൽ മുഖ്യമന്ത്രി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാ? നോക്കാതെ പറഞ്ഞാണ്. ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നത് MOH ഫറൂഖ്, പുതുശ്ശേരി. ഓക്കെ, സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാ? പ്രഫുല്ല കുമാർ മഹന്ത. ഏത് സംസ്ഥാനം? ആസാം. ശ്രദ്ധിച്ചിരിക്കട്ടെ, കണ്ണിൽ ഊതി കേട്ടോ. ഓക്കെ, അവിടെ ഇനി ബാക്കി ഇവിടെ മുഖ്യമന്ത്രി ആദ്യം മുസ്ലിം വനിത മെഹ്മൂദ് സെയ്ദ അൻവർ തൈമൂർ. ഓക്കെ, സംസ്ഥാനം ആസാം. മുഖ്യമന്ത്രി 2ാമത്തെ മുസ്ലിം വനിത ആരാ? മെഹബൂബ മുഫ്തി. ഏത് സംസ്ഥാനം? ജമ്മു കാശ്മീർ. മുഖ്യമന്ത്രി ആദ്യ സിനിമ നടൻ ആരാ? MGR. മുഖ്യമന്ത്രി ആദ്യ IAS കാരനാരാ? അജിത് കുമാർ അല്ല. അജിത്തിന്റെ വാല് പറയാണ് പറഞ്ഞത്. അവിടെ ബസ്സിന് പറഞ്ഞേ വാലിന് ചേർത്ത്. അടുത്ത് അവിടെ ജോയിൽ ഇടിച്ചിരിക്കുന്നത്. അജിത് ജോഗി. ഏത് സംസ്ഥാനം അജിത് ജോഗി? ഛത്തീസ്ഗഡ്. ഓക്കെ, 3 ദിവസം മാത്രം മുഖ്യമന്ത്രി വ്യക്തി ആരാ? ജഗദാംബിക പാൽ, ഉത്തർപ്രദേശ്. അവിടെ തസ്നി IIT ബിരുദധാരിയായ ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രി ആരാ? മനോഹർ പരീക്കർ. ഓക്കെ, ഈ മനോഹർ പരീക്കർ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു? എത്ര തവണ മുഖ്യമന്ത്രിയായി? 4. ഇദ്ദേഹം ഏത് മന്ത്രിസഭയിലായിരുന്നു പ്രതിരോധ മന്ത്രിയായിരുന്നത്? 14-17 വരെ. ഓക്കെ, എടാ മുഖ്യമന്ത്രിയായി കൊല്ലപ്പെട്ട ആദ്യ വ്യക്തി ആരാ? ഓക്കെ, ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു? ബൽവന്ത് റായ് മേത്ത. എടാ മേത്ത ഇത്തേ പിഴീടാ, ഗുജറാത്ത്. ഓക്കെ, അവിടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരാ? ഷിബു സോറൻ. ഏത് സംസ്ഥാനം? ജാർഖണ്ഡ്. ഇവിടെ നയന
ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാ? പവൻകുമാർ ചാംലിംഗ് ഏത് സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയായിരുന്നു? ഓക്കെ, ഏത് മുതൽ ഏത് വരെ, ഏത് വർഷം മുതൽ ഏത് വർഷം വരെ? അവിടെ രേഷ്മ പറഞ്ഞെടുത്ത് ഏത് വർഷം മുതൽ ഏത് വർഷം വരെ? 94 മുതൽ 2019 വരെ. ഓക്കെ, ശരി. അവിടെ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വനിത ആരാ? ഷീലാ ദീക്ഷിത്. എവിടെയായിരുന്നു? സംസ്ഥാനത്തല്ല, ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാനമല്ല, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിരുന്ന വനിതയാണ് ആര്? ഷീലാ ദീക്ഷിത്. ഓക്കെ, നമുക്കറിയാം ഡൽഹി സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ് കേട്ടോ. ഓക്കെ, ശരി. അയോഗ്യയാക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരാ? ജയലളിത. ഏത് സംസ്ഥാനം? 2 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ആദ്യ വ്യക്തി ആരാ? ND തിവാരി. ഏതൊക്കെ സംസ്ഥാനങ്ങൾ? ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്. 3 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഏക വ്യക്തി ആരാ? പട്ടംതാങ്ങുള്ള. ഏതൊക്കെയാണ് 3 സംസ്ഥാനങ്ങൾ? തിരുവിതാംകൂർ 48, തിരുക്കൊച്ചി 54, കേരള 60. ഓക്കെ, തിരുവിതാംകൂർ 48, തിരുക്കൊച്ചി 54, കേരളം 60. ഓക്കെ, യു മേഡ് ഇറ്റ്. ശരി, അപ്പം ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. നല്ലപോലെ പഠിക്കുക. നാളെ വെച്ചാൽ ഇന്നിപ്പോൾ ശനിയാഴ്ച, ഞായറാഴ്ച നാളെ വീഡിയോ വരത്തില്ല, തിങ്കളാഴ്ചയേ ഉള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച റിവിഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം ശരി. ടാറ്റയല്ല, റിവിഷൻ. ഓക്കെ, റിവിഷൻ ക്വസ്റ്റ്യൻ തന്നെ ക്വസ്റ്റ്യൻ. ഒട്ടിയൊക്കെ ഇരിക്കുക, മാറിയൊക്കെ ഇരിക്കണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നീങ്ങടെ ഇവിടെ ബിജി ഫ്രണ്ട് ഇരുന്നേ. ഓക്കെ, ഫ്രണ്ട് കയറ്. ഒരു ബെഞ്ചിൽ 2 പേരെ പാടുള്ളൂ, 2 പേജ്. ഓക്കെ, നീ ഇരിക്കണ്ട അങ്ങോട്ട്, ഇവിടെ മറിച്ചൊക്കെ ഇരുന്നേ കേട്ടാ. ശരി, ചോദ്യം. ഭവാനി ദേവി ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2ാം ചോദ്യം. സൗരവ് തിവാരി ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൗരവ് ചൗധരി. തിവാരി അല്ല, ചൗധരി. സൗരവ് ചൗധരി ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്ത 3ാം ചോദ്യം. വിനേഷ് ഫോഗട്ട് ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിനേഷ് ഫോഗട്ട്. 4ാം ചോദ്യം. സാക്ഷി മാലിക് ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാക്ഷി മാലിക് ഏത് കായിക ഇനം? അടുത്ത റീപ്ലേസിൻ്റെ ഷോർട്ട് കീ എഴുതണം. അടുത്ത സെലക്ട് ആളിൻ്റെ ഷോർട്ട് കീ എഴുതണം. അടുത്ത റീഡുവിൻ്റെ ഷോർട്ട് കീ എഴുതണം. റീഡു. അടുത്ത കൺട്രോൾ F എന്തിനുപയോഗിക്കുന്നു? അടുത്ത കൺട്രോൾ X എന്തിനുപയോഗിക്കുന്നു? അടുത്ത കൺട്രോൾ V എന്തിനുപയോഗിക്കുന്നു? റെഡിയല്ലോ? ലാസ്റ്റ് അല്ല, അടുത്ത ചോദ്യം. ഇന്ന് കുറേ ലാസ്റ്റ് കയറി വരണല്ലേ. ഓക്കെ, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ചിത്രകല ഇന്നലെ പഠിച്ചതിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ചിത്രകല. ആന്ധ്രാപ്രദേശ് കണക്ഷനൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട്, ഒരു കലാരൂപമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അത് ചെപ്പിടി. ഓക്കെ, അടുത്ത കാളിഘട്ട് ഏത് സംസ്ഥാനത്തു നിന്നുള്ള ചിത്രകലയാണ്? കാളിഘട്ട് എഴുതിയ. അടുത്ത വാർലി ഏത് സംസ്ഥാനത്തുള്ള ചിത്രകലയാണ്? ഓക്കെ, അടുത്ത ബീഹാറിൽ നിന്നുള്ള ചിത്രകല ഏതാണ്? ബീഹാറിൽ നിന്നുള്ള ചിത്രകല ഏതാണ്? 5ാമത്തെ ചോദ്യം, അല്ല 15ാം ചോദ്യം. രാജസ്ഥാനിൽ നിന്നുള്ള ചിത്രകല ഏതാണ്? രാജസ്ഥാനിൽ നിന്നുള്ള ചിത്രകലയാണ്. ഓക്കെ, പാസ് ചെയ്തോ. 1 ചോദ്യമേ പാസ് ചെയ്തോ. നല്ല കുറച്ചല്ലേ ഉണ്ടായിരുന്നു പഠിക്കുക. പെട്ടെന്ന് പാസ് ചെയ്തേ. മോനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പരീക്ഷ നടത്തണം കേട്ടോ. തെറ്റൊക്കെ വെട്ടി തള്ളിക്കോണം. നോക്കാം. ഇവിടെ ഭവാനി ദേവി ഏത് കായിക ഇനം? ഫെൻസിങ് ആണ് ആൻസർ. ഭവാനി ദേവി.
സൗരവ് ചൗധരി ഷൂട്ടിംഗ്, വിനേഷ് ഫോഗട്ട് ഗുസ്തി, സാക്ഷി മാലിക് ഗുസ്തി. റീപ്ലേസിന്റെ കീ എന്താ? Ctrl+H. സെലക്ട് ആള് Ctrl+A. റീഡോ Ctrl+Y. Ctrl+F എന്താണ്? ഫൈൻഡ്. Ctrl+X എന്താണ്? കട്ട്. Ctrl+V എന്താണ്? പേസ്റ്റ്. ഓക്കെ. ചിത്രകലകൾ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളത് കലങ്കാരി. ഓക്കെ. കാളികട്ട് ബംഗാള്. ഓക്കെ. വാർലി മഹാരാഷ്ട്ര. ഓക്കെ. ബീഹാറിൽ നിന്നുള്ളത് മധുബാനി. ഏതാണ്? മധുബാനി. രാജസ്ഥാൻ ടാബ്രു. ഓക്കെ. രാജസ്ഥാൻ ടാബ്രു. ഓക്കെ. എല്ലാവർക്കും ഉണ്ടോ ഫുൾ മാർക്ക്? നോക്കാം. ഇവിടെ എത്ര മാർക്കുണ്ട് മോനെ? 14. ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യനിൽ 14 മാർക്ക്. പോടാ ഇവിടെ 13. അടുത്തവൻ നീ ഇല്ല, നീ പഠിക്കണം. വീഡിയോ ചാനൽ കിടപ്പുണ്ടല്ലേ? ഇവിടെ 15. മിടുക്കൻ. ഇവിടെ വീണ്ടും മിടുക്കൻ. ഓക്കെ. ശരി, ഗേൾസിന്റെ മാർക്ക് നോക്കാം. വിജിഷയ്ക്ക് എത്ര? 12. 3 തെറ്റിപ്പോയ. ശരി. അവിടെ അകല്യ 15. ഇവിടെ ബിസ്മി 14. ഓക്കെ. അവിടെ 10. ഇവിടെ ആൻസി 15. കൊള്ളാം. അവിടെ രേഷ്മ 15. ഇവിടെ നൈന 13. കൊള്ളാല്. അവിടെ അതുല്യ 15. രശ്മി 15. ജിതിൻ 10. 2 പഠിച്ചില്ലല്ലേ? ഇവിടെ വരാത്ത അവസ്ഥ ആയി കണ്ട് പഠിച്ചോണ. കണ്ടത് പെൻഡിങ് എടുത്ത് കേട്ടാ. അവിടെ സുബിനെ 12. ഇടാ തിരിച്ചു വെച്ചപ്പം ഓക്കെ. സുരേഷ് ഗോപി കലാ വെച്ചോണ്ടിരിക്കുകയാണ്. സംസ്ഥാന കുടങ്കാരിയാടാ കലങ്കാരിയാണെന്ന് അറിയാം. ഓക്കെ. ശരി. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുക. ഓക്കെ. ഇന്നലത്തെ റിവിഷനിൽ ഫുൾ മാർക്കുള്ളവരുടെ പേര് ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ. ശരി. സുമേഷ് പോസിറ്റാണ്. പിള്ളേരെ കഴിഞ്ഞ റിവിഷനിൽ ഫുൾ മാർക്കുള്ള ആൾക്കാരാണ് അശ്വതി കായംകുളം, സിമി ദിനേശ് പാലക്കാട്, സ്നേഹ കരുനാഗപ്പള്ളി, സുനിജ പത്തനംതിട്ട, സുനിത അനിൽ ചിറ്റൂര്, വിശ്വത്ത് ആലപ്പുഴ, ഷിജിന, പ്രഭു പാലക്കാട്, റീന ഷിജോ വയനാട്, മുനീറ മലപ്പുറം, നഹജ എറണാകുളം, കൃഷ്ണേന്ദു, ജിതിൻ കാസർഗോഡ്, സ്വപ്ന പ്രമോദ് ഇടുക്കി, ദിവ്യ വയനാട്. ഒരുപാടൊരു പരീക്ഷ ചെയ്തിട്ടില്ലല്ലോ. പരീക്ഷ നിങ്ങളെ പിള്ളേരെ നമ്മളിപ്പം 8 മണിക്കല്ലേ വീഡിയോ ഇടുന്നത്. 8 മണിക്ക് വീഡിയോ വന്നിട്ട് നമ്മൾ പരീക്ഷ നടത്തുന്നത് പിറ്റേ ദിവസം രാവിലെ പരീക്ഷ നടത്തുന്നത്. പിറ്റേ ദിവസം രാവിലെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് 1 മണിക്ക് ശേഷം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ചെയ്യാൻ നോക്കാം കേട്ടോ എല്ലാവരും. ഓക്കെ. അപ്പം നമുക്ക് ഇനി തിങ്കളാഴ്ച കാണാം. ടാറ്റ ബൈ.